MSME ആക്ട് പ്രകാരം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണോ വേണ്ടിയോ? അപ്പോൾ MSME ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. സ്വന്തമായിട്ട് ഫയൽ ചെയ്യണം. കാരണം ഇൻകം ടാക്സ് റിട്ടേൺസിലേക്കുള്ള ചില ഡാറ്റാസാണ് MSME ആക്ട് പ്രകാരം പോകുന്ന റിന്യൂവലിനൊക്കെ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ വരുമാനങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരുപാട് തരത്തിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. ഇപ്പോൾ വാടക വരുമാനം ഉണ്ടാവും, ടിപ്പറിന് വരുമാനം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ വരുമാനങ്ങളും നമ്മൾ ക്രോഡീകരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വരുമാനം എത്രയുണ്ടെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ലോൺ എടുക്കാനും അല്ലെങ്കിൽ ബിസിനസ് വളർത്താനുമുള്ള ഒരു വരുമാന മാർഗമായി മാറും. സുപ്രീം കോടതിയിൽ ഒരു കേസ് ലോ ഉണ്ട്. ഈ വ്യക്തി ഒരുപാട് കോൺട്രാക്ടിന് വരുമാനം ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് വിൽക്കുന്നതിന് വരുമാനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അയാൾ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയും ആക്സിഡൻറ്റിൻ്റെ കേസ് നടക്കുമ്പോൾ ഇയാളുടെ ഇൻഷുറൻസ് കമ്പനി വളരെ കുറഞ്ഞ തുകയ്ക്ക് മാത്രമേ ഇയാൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ ഇൻകം ടാക്സ് റിട്ടേൺസിൽ എല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് MACT, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് എതിരെയുള്ള കേസ് നടക്കുന്ന കോടതി ഇയാൾക്കുള്ള വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തെളിവ് ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് സാലറി സ്ലിപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തെളിവ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ്. അപ്പോൾ കഴിയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസിൽ അവനവൻ്റെ കൂടുതൽ എന്തൊക്കെയാണോ വരുമാനമുള്ള അത് കാണിക്കുക. അതിനുവേണ്ടി ടാക്സ് അടയ്ക്കാൻ ഒരു പിശുക്ക് കാണിക്കരുത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് പൈസ കൊടുക്കാൻ ഉള്ള ഒരു പിശുക്ക് നിങ്ങൾ കാണിക്കരുത്. അവിടെ നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവും.